Relax. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ കാരന്തൂർ എന്തിനാണ് വന്നതെന്ന് വിചാരിക്കേണ്ട, ഞാനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൈറോപ്രാക്ട്. ഞാൻ 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുൽഫിക്കർ ഒക്കെ വന്നിട്ട് കൈറോപ്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് കുറേ ആൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും എനിക്ക് ചെറിയ ഷോൾഡർ പെയിൻ അതുപോലെ നടുവേദന വന്നു. ഒരുപാട് സമയം ഇരുന്നിട്ടായിരിക്കാം. അപ്പോൾ അത് ഞാൻ ഇന്നൊന്നും വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോക്ടറെ ക്ലിനിക്കിലേക്ക് പോയി ആ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നേരെ ക്ലിനിക്കിലേക്ക് പോകാം. ഇപ്പോൾ ഷോൾഡർ പെയിന് മുന്നേ ഉണ്ടായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ രണ്ടാമതും ഇപ്പോൾ 2 വർഷം മുന്നേ ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു. ചെറിയൊരു പെയിൻ ഉണ്ട്. പിന്നെ എന്തായാലും ഒന്നും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നമ്മളെ ഓഡിയൻസിനൊന്ന് കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ നടുവേദന ചെറുങ്ങനെയുണ്ട്. പിന്നെ ഇരുന്ന് വർക്ക് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് റൂമിലേക്ക് പോകാം. ട്രീറ്റ്മെന്റ് റൂമിൽ നിന്ന് നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതെന്ന് മാനുവൽ എക്സാമിനേഷൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. കൈറോ വേണോ അല്ലെങ്കിൽ മെഡിസിൻ ആവശ്യമുണ്ടോ, ഇനി അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും അനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. റൂമിലോട്ട് പോകാം. ഷോൾഡർ നെക്ക് പെയിൻ അല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതെ അതെ അതെ. കഴിഞ്ഞ തവണ ബാക്ക് പെയിൻ ആയിരുന്നു. അതെ അതെ. ഓക്കെ, ഇതിൽ പെയിൻ ഉണ്ടോ? പെയിൻ ഉണ്ട്. ഈ ഒരു പോയിന്റ് ചെറിയ പെയിൻ ഉണ്ട്. ചെറിയ പെയിൻ. ബാക്കിൽ ഈ ഒരു പോയിന്റിലും അവിടെ അങ്ങനെ പെയിൻ ആയിട്ടില്ല. സ്റ്റിഫ്നെസ് ഉണ്ട്, ടൈറ്റ് ഉണ്ട് മസിൽസ് കേട്ടോ. അതെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ തവണ കൈറോ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് ഒന്ന് ഒരു ഫയർ കപ്പ് വെച്ചിട്ട് ഇവിടുത്തെ മസിൽ ടെൻഷനൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് തരാം. എന്നിട്ടൊരു കൈറോ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? റിലാക്സ് അല്ലേ? കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? ഒരു പ്രത്യേകമായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു മെഡിസിനാണ് കേട്ടോ. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം മസിൽസിൻ്റെ സ്പാൻസൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട്
ഫ്രീ ആയിരിക്കും കേട്ടോ, റിലാക്സ് ആവണം, ബലം പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ബലം പിടിച്ച് ചെറിയ ടൈറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ബോഡി കംപ്ലീറ്റ്ലി ലൂസ് ആക്കി വെക്കാം. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫയർ കപ്പിംഗ് ആണ്. അത് ചെയ്തപ്പോൾ തന്നെ മൊത്തത്തിൽ മസിൽസിൻ്റെ ഒക്കെ ഒരു ടൈറ്റ്നെസ് ഒക്കെ റിലീസ് ആയ ഫീൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈറോപ്രാക്റ്റിക് ആണ്. അപ്പോൾ അധികം ബലം പിടിക്കാതെ ലൂസായിട്ട് വെക്കുക ബോഡി കേട്ടോ. ഓക്കെ, ഫ്രീ ആവുക, റിലാക്സ്, ലൂസായിട്ട് ബലം പിടിക്കണ്ട, അധികം ബലം പിടിക്കണ്ട കേട്ടോ. ഓപ്പോസിറ്റ് റെഡിയല്ലേ? ലൂസാണേ, ലൂസ്. ചെരുപ്പ് കൊടുക്കില്ലേ? സൈഡിന് ഓക്കെ, മലർന്ന് കിടന്ന് ഓക്കെ, കാലൊക്കെ അടുപ്പിച്ച് വെച്ച് നേരെ കിടന്നു കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ കാല് നേരെ അടുപ്പിച്ച് വെച്ച് ഓക്കെ. ഓക്കെ, ഫ്രീ ആവട്ടെ. ലൂസ് ആവട്ടെ. കൈയുടെ മുട്ട് മടിക്കാതാവട്ടെ. മടക്കി ശരിക്കും മടക്കി. കൈയുടെ മുട്ട് താഴോട്ട് മടക്കുക. ഓക്കെ, ബലം പിടിക്കരുത്, ബലം പിടിക്കണ്ട, അഴിച്ചിട്ടെ താഴോട്ട് മടക്കുക. കൈയുടെ മുട്ട് താഴോട്ട് മടക്കുക. ഓക്കെ, സൈഡ് ചേരിൻ്റെ ഇടുന്നത് ബലം പിടിക്കരുത്. കാലം നീട്ടി വെച്ചു, കാലം നീട്ടി വെച്ചു. ലൂസ് ആവട്ടെ. ഓക്കെ, കാലം നീട്ടി വെച്ചു. ലൂസ് ആവട്ടെ. ഓക്കെ, ലൂസാണ് കേട്ടോ. ഫ്രീ കമ്പനി എങ്ങനെ പൊടി കാണുന്നുണ്ടോ? ലൂസാണ് കേട്ടോ. ലൂസാണ്. ഇരുന്നേ, കൈ മടക്കി പിടിച്ചു, തല താഴ്ത്തി ഫ്രീ ആവട്ടെ. ബലം പിടിക്കട്ടെ. റിലാക്സ്.
ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല അനുഭവം തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഫയർ കപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും, പക്ഷേ ഫുൾ ബോഡി നല്ല റിലാക്സേഷൻ ആയി. ഇനി കുറച്ചും കൂടി സമയം കഴിയുന്നതിനാ, പ്രത്യേകിച്ച് നാളെയിലാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല പൂർണ്ണമായിട്ടാണ് നമുക്ക് സുഖം പ്രാപിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് വന്നിട്ടുണ്ടായത്. മൊത്തം ബോഡി നല്ല ഫ്രീ ആയി. ഇവിടെ ഒരു നീർക്കെട്ടൽ ഉണ്ടായിട്ടുണ്ടാവും, അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയും. ഇപ്പം തന്നെ ഇത് നാളത്തെ അനുഭവം നല്ല ടോപ്പ് ലെവലല്ലേ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോകൾ കണ്ടല്ലോ, നല്ല അടിപൊളി എഫക്റ്റാണ്. ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ട സമയത്ത് ഇതെങ്ങനെ കുറേ വലിക്കുന്നേരം കണ്ട സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു തോന്നിയിട്ടുണ്ട്, ഇതെങ്ങനെ സാധിച്ചു എന്നല്ല. വലിയൊരു ഇതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഒരു നാളെ മുതൽ ഇതിൻ്റെ ശരിക്കും റിസൾട്ട് വരും. അപ്പോൾ എല്ലാവരും വന്നിട്ട്, ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഡോക്ടറെ വന്നിട്ട് നിങ്ങൾക്ക് വിളിച്ച് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഈ ഒരു ഇതിന് തന്നെയാണ് ഏറ്റവും നല്ലത്. ഷോൾഡർ പെയിൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മരുന്നെന്ന് പറയാം. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുന്നു. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക.